വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അന്തിമ റിപ്പോർട്ട് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകരിച്ചു എന്നാണ് ഒടുവിൽ വരുന്ന സൂചന. ഭരണപക്ഷത്തെ 16 എംപിമാർ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. വിനീത VG ആണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, ഈ വിഷയത്തിൽ വലിയ തർക്കമുണ്ടായിരുന്നു. സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം മാറ്റിവെക്കണമെന്നതടക്കം തർക്കങ്ങളുണ്ടായിരുന്നു. അത്തരം ആവശ്യങ്ങളൊക്കെ പ്രതിപക്ഷത്തെ അംഗങ്ങൾ ഉന്നയിച്ചെങ്കിലും അത് ജഗദംബിക പാൽ അത് അംഗീകരിച്ചിട്ടില്ല, അധ്യക്ഷനത് അംഗീകരിച്ചിട്ടില്ല. ഈ JPCയുടെ റിപ്പോർട്ട് അന്തിമമായി അംഗീകരിച്ചു ഇന്നത്തെ യോഗത്തിൽ എന്നാണോ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചനകൾ. ഇതിൽ നമുക്ക് ഈ വഖഫ് അന്തിമ റിപ്പോർട്ട് JPC അംഗീകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഭരണപക്ഷത്തുള്ള 16 എംപിമാർ ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തതായും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകുന്നതിനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം ആരംഭിച്ചത്. ഈ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഭരണപക്ഷത്തുള്ള ഈ സമിതിയിലെ അംഗങ്ങളായിട്ടുള്ള എംപിമാർ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവുമായി അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസവും ഈ യോഗം ചേരുന്ന വേളയിൽ പ്രതിപക്ഷം ചില ആവശ്യങ്ങളടക്കം മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ഇത് ധൃതി പിടിച്ച് ഈ റിപ്പോർട്ട് സമർപ്പിക്കരുതെന്നുള്ളത് തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഒപ്പം തന്നെ ഇന്ന് ചേരാനിരിക്കുന്ന ഈ യോഗമടക്കം മാറ്റിവെക്കണമെന്നും ഒക്കെ ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അധ്യക്ഷൻ ജഗദാംബിക പാൽ അവരുടെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് ഇന്ന് ഇതിനെ ഈ അന്തിമ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിന് ഒരു അന്തിമ രൂപം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് യോഗം ചേരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷത്തുള്ള അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇതിന്റെ അന്തിമ റിപ്പോർട്ടിന് ഈ സമിതി അംഗീകാരം നൽകി എന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷത്തെ 16 എംപിമാർ ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തിട്ടുമുണ്ട്. ഇനി അറിയേണ്ടത് ഈ ഭരണപക്ഷത്തെ 16 എംപിമാർ ഇതിനെ അനുകൂലിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു നടപടി ആ യോഗത്തിൽ എന്തായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. വൈകാതെ തന്നെ പ്രതിപക്ഷ അംഗങ്ങളുടെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന്. ശരി വിനീത, എന്തായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 16 ഭരണപക്ഷ എംപിമാർ അതിനെ പിന്തുണച്ചിട്ടുണ്ട്. സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് അന്തിമമായി അംഗീകരിച്ചു. ഈ സമ്മേളനത്തിൽ വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് സഭയിൽ വരും എന്ന് ഏതാണ്ട് ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ, വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. വിനീത VG ആണ് വിശദാംശങ്ങൾ നൽകിയത്.